ചാലിശ്ശേരി GCC ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തൊരുക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ഫെബ്രുവരി 1 ശനിയാഴ്ച രാത്രി 8-ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും UAE GCC കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയാണ് രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. രണ്ടാമതെത്തുന്ന ടീമിനും ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം പുലരിക്കോക്കൂരും എക്സലന്റ് തൃത്താലയും തമ്മിൽ മത്സരിക്കും. കേരളത്തിലെ പ്രമുഖ 16 ടീമുകൾ മത്സരിക്കുന്നുണ്ടെന്നും ടൂർണമെന്റിന്റെ വിജയത്തിന് പ്രവാസികൾ, സ്കൂൾ അധികൃതർ, PTA എന്നിവരുടെ മികച്ച സഹകരണമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കളിക്കുന്നതിൽ GCC ക്ലബ്ബ് താരങ്ങളുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവൽ കളിക്കുന്നതിൽ GCC താരങ്ങളുണ്ട്. എസ്പെഷ്യലി കേരള പോലീസിന്റെ ഈ വർഷത്തെ സർവീസ് സന്തോഷ് ട്രോഫി സർവീസസ് ടീമിൽ അമ്പാടിയുടെ അനുജനായ ശ്രേയസ് കളിക്കുന്നുണ്ട്. GCC അംഗമാണ്. ഇതിനു മുന്നേ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അമ്പാടി 2 വർഷം സന്തോഷ് ട്രോഫി ടീമിൽ അംഗമായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജോ ജേക്കബ്, കോർഡിനേറ്റർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം CV മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ഒരുപാട് പേര് സർക്കാർ സർവീസുകളിൽ ഇന്ന് കാണാൻ കഴിയും. അവിടെയൊക്കെ ഒരു അടിത്തറ എന്നുള്ളത് അവരൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് GCC എന്നുള്ളത് ചാലശ്ശേരിയുടെ ഒരു വികാരമായ ഒരു ക്ലബ്ബാണ്. അതേപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യം, പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.